അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തിരിച്ചുള്ള യാത്രയിൽ ഉടനീളം ഷാമിലിന് വല്ലാത്ത ടെൻഷനായിരുന്നു, സങ്കടമായിരുന്നു. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. റബ്ബേ, നീ ഉണ്ടല്ലോ എല്ലാം കാണുന്നവൻ. ഒരിക്കൽ പോലും ഞാൻ ബുഷിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവളെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടോ മാത്രമല്ല, ഞാൻ ഞാൻ ശരിക്കും അവളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. കാരണം സിനാൻ്റെ ചതിയിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം, കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടും സിനാൻ എന്തോ പന്തികേട് ഒപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അവളുടെ പിന്നാലെ കൂടുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റുള്ള ചികിത്സക്കും ട്രീറ്റ്മെൻറ്റിനും ഒന്നുമല്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഞാനത്ര പൊട്ടനൊന്നുമല്ല. ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. അവൻ വീട്ടിലേക്ക് പോവുകയാണ്, എല്ലാം ഒന്ന് ഉപ്പയോടെങ്കിലും തുറന്നു പറയണം എന്നുള്ള മനസ്സോടുകൂടി. എന്നാൽ ഈ സമയം അതാ അജ്മൽ സാർ ഉപ്പയെ വിളിച്ചിരിക്കുന്നു. ഹലോ, ഇത് അജ്മലാണ്. അറിയോ ഉപ്പാക്ക്? അജ്മൽ മോനെ, അറിയാതെ പിന്നെ. ഷാമിൽ ഇവിടെ ഇല്ലല്ലോ, ഓന് ഹോസ്പിറ്റലിലൊക്കെ എവിടേക്കോന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. ഇതുവരെ എത്തിയിട്ടില്ല ഉപ്പാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഒരിക്കലും ഷാമിലിനെ കിട്ടാനില്ല. ഷാമിലിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. എന്തൊക്കെയാണ് ഉപ്പ നിങ്ങളെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖമാണ് മോനെ. ഇപ്പോൾ റാഹത്തായിട്ട് ഇങ്ങനെ പോണേ. ഈ നിലക്ക് അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി, മരിച്ചോളാം. അതേ ഉള്ളൂ ചിന്ത, വേറെ ഒന്നുമല്ല. ഉപ്പാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു സങ്കടകരമായ കാര്യം നിങ്ങൾ മോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോനോടോ? അതെ, ഷാമിലിനോട്. അതായത് എൻ്റെ പെങ്ങളെ ജീവിതം കൊളമാക്കരുതെന്ന് പറയണം. എന്താ മോനെ ഈ പറയുന്നത്? അതേ ഉപ്പാ, പെങ്ങളെ കല്യാണം കണ്ട് ഇത്ര മാസമായി. പക്ഷെ വീണ്ടും ഷാമിൽ പഴയ ബന്ധം വെച്ച് എൻ്റെ പെങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ഒഴിവാക്കാൻ പറയണം ദയവായി. അപേക്ഷയാണ്. കാരണം എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് അപ്പോൾ അവൻ കളിക്കുന്നത് എന്നാണ് ന്യൂസ് കിട്ടിയത്. എന്താ മോനെ നീ പറയുന്നത്? എൻ്റെ ഷാമിലോ? ഒരിക്കലും അവനൊരു കുടുംബം കലക്കുന്ന ആളല്ലല്ലോ. കുടുംബത്തെ രക്ഷിക്കാൻ എൻ്റെ മോൻ നോക്കുള്ളൂ. ഉപ്പ, അതൊക്കെ ശരിയായിരിക്കാം. ഇതുവരെ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ മനുഷ്യരല്ലേ, അവൻ്റെ മനസ്സിൽ പഴയ എന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അത് പുതുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതവരുടെ ദാമ്പത്യ ജീവിതത്തിനെ തന്നെ ബാധിക്കൂലേ? എൻ്റെ പെങ്ങളുടെ ഭാവി നഷ്ടമാകുന്ന കേസാണിതൊക്കെ. ദയവായി നിങ്ങൾ അവനോടൊന്ന് പറയണം. എനിക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല, ഞാനോട് പറയാൻ. പക്ഷേ എന്തായാലും ഉപ്പ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരിയാണ്, അവൻ്റെ ബുദ്ധി അങ്ങനെ ആയിരിക്കും. അതല്ല, അവന് കല്യാണം കഴിക്കാത്ത യുവാവാണ്. അവൻ്റെ മനസ്സിലൊരു പക്ഷേ ഒരു കാലത്ത് ബുഷി ഉണ്ട് എങ്കിലും ഇപ്പോഴും അത് അവളെ വിവാഹം കഴിച്ച് പോയ കുട്ടിയല്ലേ. ഇപ്പോഴും അവളെ പിന്നാലെ നടക്കുക, അവളെക്കുറിച്ച് ചിന്തിക്കുക, അവൾക്ക് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അതൊന്നും നല്ല സ്വഭാവമല്ലല്ലോ. അതെന്തൊക്കെ തന്നെയാലും അവളുടെ ഭർത്താവ് അറിയുമ്പോഴും അതൊരു പ്രശ്നമല്ലേ. പിന്നെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. ഉപ്പ, നിങ്ങൾ ദയവായി മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ദയവായി, എൻ്റെ ഉമ്മ പറഞ്ഞിക്കണ് ഒരിക്കൽ പോലും ഷാമിലിനെ ഇനി അങ്ങോട്ട് കടത്തരുതെന്ന്. എനിക്കിഷ്ടമല്ല എൻ്റെ മോളെ കാണുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതെല്ലാം കേട്ട് ആ പിതാവ് ഞെട്ടുകയായിരുന്നു. മോനെ, എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ ഷാമിൽ അങ്ങനെ ഒരിക്കലും ഒരാളുടെ കുടുംബം കേടുവരുത്തൂരല്ലോ. എൻ്റെ കുട്ടി എല്ലാവരെയും സംരക്ഷിക്കുകയുള്ളൂ, ഒരിക്കലും അവനങ്ങ് ചെയ്യൂല. ഉപ്പ, അതൊക്കെ ശരി തന്നെയായിരിക്കും. നമുക്ക് നമ്മളെ മക്കൾ തന്നെയായിരിക്കും വലുത്, എത്ര വലിയ തെറ്റ് ചെയ്താലും. പക്ഷെ ഷാമിൽ ഇതുവരെ മോശം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ നല്ലതായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അവൻ്റെ മനസ്സിലേക്ക് എൻ്റെ പെങ്ങൾ വീണ്ടും കടന്നു വന്നോ എന്തോ എനിക്കറിയില്ല. വീണ്ടും അവർ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ദയവായി നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതേ ഉപ്പ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഷാമിലിനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല വെറുപ്പുണ്ട്, അവൻ്റെ ആ സ്വഭാവത്തിനോട്. ഒന്ന് മാറ്റിയെടുക്കാൻ പറയണം. മനസ്സിലായല്ലോ? എന്നാൽ ശരി എന്നും പറഞ്ഞ് അതാ അജ്മൽ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ശരിക്കും ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ഷാമിലിൻ്റെ കാറ് നേരെ മുറ്റത്തേക്ക് വന്നു നിന്നത്. ഒരു നിമിഷം ആ പിതാവാകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. എൻ്റെ മോനെ ആരും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? എൻ്റെ മോൻ ഒരിക്കലും കുടുംബം കലക്കില്ല, എനിക്ക് നന്നായിട്ടറിയാം. അവൻ അങ്ങനെ ചെയ്യൂല. പക്ഷേ ഇദ്ദേഹം ഇനിയിപ്പോൾ ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ വല്ല ചതിയിലും പെട്ടുപോയി എൻ്റെ കുട്ടി. പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, കണ്ണുകളാടെ ചുവന്നിരിക്കുന്നു. എന്നാൽ ഷാമിൽ വീട്ടിലേക്ക് കയറി വന്നത് മുതൽ ഉപ്പ അവന് ദേഷ്യത്തോടെ നോക്കുമെന്നാണ് ഷാമിൽ കണ്ടത്. ഇതാ ഉപ്പാക്ക് നല്ല ശർക്കര മിഠായി, ഉമ്മാക്കും ഇഷ്ടമായിരിക്കും ഇത്. അവൻ അതാ വരുന്ന വഴിക്ക് ശർക്കര മിഠായി ചുടുന്നത് കണ്ടിട്ട് അത് ചൂടോടെ വാങ്ങിയിരുന്നു. ഉമ്മാക്ക് എപ്പോഴും ഇഷ്ടം മഞ്ഞ കളറായിരുന്നു, ഉപ്പാക്കാണെങ്കിൽ ബ്രൗൺ കളറും. രണ്ടാക്കുമുള്ളത് സന്തോഷത്തോടെ വാങ്ങി കൊടുക്കുമ്പോൾ ഉപ്പ അത് വാങ്ങിയില്ല.
ഉപ്പ ദേഷ്യത്തോടെ അവനെ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ശരിക്കും ഷാമിലിന് എന്തോ പന്തികേട് തോന്നി. അതെ, നിങ്ങൾ കാണുന്നില്ലേ മോൻ നിങ്ങളുടെ മുമ്പിലെ കവറും പിടിച്ചു നിൽക്കുന്നത്? എന്താ മോനെ? ഇത് ശർക്കര മിഠായിയാണ്. ഇത് നല്ല ഇഷ്ടമാണല്ലോ ഉപ്പാക്ക്. എന്നാൽ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നതാണ് ഷാമിൽ കണ്ടത്. ഉപ്പ എന്തുപ്പ? ഉപ്പാക്ക് കൊടുത്തേ. എനിക്ക് വേണ്ട. അതെന്താ ഉപ്പ? എന്തെങ്ങളീ പറയുന്നത്? ഓന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുതരുമ്പോൾ നമ്മൾ വേണ്ട എന്നാണോ പറയേണ്ടത്? ശരിക്കും അതെ, മാജി ഉമ്മയുടെ വാക്കുകൾ കേട്ട് ആ പിതാവ് പറഞ്ഞു. അതിനേക്കാൾ സങ്കടകരമായ വാർത്തകൾ കേട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് എനിക്കത്ര സുഖകരമല്ല. ശരിക്കും ഷാമിലിട്ട് ഉപ്പ എന്തു പറ്റി? എന്താ ഇക്കാ നിങ്ങളീ പറഞ്ഞത്? ഓൻ വന്നപ്പം തന്നെ അവന് ദേഷ്യം പിടിച്ച് നോക്കുകയാണ് നിങ്ങൾ ചെയ്യണത്. ഒന്ന് നല്ല രീതിയിൽ അവനോട് സംസാരിച്ചു നോക്കി. എനിക്ക് അങ്ങനെ ഒരു മക്കളെ തന്നെ വേണ്ട. പറഞ്ഞത് കേൾക്കാത്ത ഒരാളെ കൊണ്ട് പറയിപ്പിക്കണേ. ശരിക്കും ഷാമിലിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഓനെ വേദനിപ്പിക്കല്ലേ. എന്നാ മോനെ പോര്, ചായ കുടിക്കവാ. അതെ ഷാമിൽ, എന്തിൻ്റെ കേടാണ് നിനക്ക്? നിന്നോട് ആദ്യം ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തുണ്ടേ പറയാൻ? അത് അന്ന് തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടേനോ? പിന്നെ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് പോയിൻ്റെ ശേഷമാണോ ഈ ഓളെ ശല്യപ്പെടുത്തി നടക്കുന്നത്? ഉപ്പ നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ഇത് നാട് വിട്ടാതെ എനിക്ക് നല്ലത്. മനുഷ്യനെ കൊണ്ട് ഇടങ്ങാറാക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ നല്ല റാഹത്തോട് കൂടി അങ്ങനെ പോവും. അതിൻ്റെ ഇടയിൽ കൂടി സമാധാനക്കേട്. ഉപ്പ എന്താ നിങ്ങൾ പറയുമെന്ന് തെളിയിച്ച് പറയുമോ? എന്താണ് നീ എവിടെ പോയതായിരുന്നു? ഞാൻ പറയടാ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് അല്ലേ? ആരെ കാണാൻ? ഞാൻ കാണാൻ എന്നല്ല, ഞാൻ അജ്മൽ പറഞ്ഞപ്പോൾ അജ്മൽ പറഞ്ഞിട്ട് നീ ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലേ? പക്ഷേ അജ്മൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എന്നോട്. മോൻ അടക്കി ഒതുക്കി നിർത്തിക്കോളി, എൻ്റെ പെങ്ങളെ ഭാവി നശിപ്പിക്കരുതെന്ന് പറയണമെന്ന്, എൻ്റെ പെങ്ങളെ ജീവിതം കുളമാക്കരുതെന്ന് പറയണം നിങ്ങൾ മകനോട് എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് കേട്ടപ്പോൾ ഷാമിൽ വിതുമ്പിപ്പോയി. ഉപ്പ ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ അവരെ രക്ഷിക്കാൻ. വേണ്ട, ഷാമിലിനൊന്നും മിണ്ടണ്ട. നല്ല രീതിയിൽ ജീവിക്കണേ ജീവിച്ചാൽ മതി. എന്തിനാണ് കണ്ടോരെ പെണ്ണുങ്ങളെ ഒക്കെ പിന്നാലെ പോകുന്നത്? ഉപ്പ ഒരിക്കലും ഞാൻ അങ്ങനെ പോയതല്ല. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഉപ്പ അവരുടെ ജീവിതത്തിൽ വലിയൊരു ചതി. വേണ്ട, നീ ഒരു ചതിയായാലും വഞ്ചനയായാലും എന്തായാലും നീ അത് നോക്കണ്ട. അവരായി അവരുടെ ജീവിതമായി നീ അതിലേക്ക് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായിക്കോ? ഈ എൻ്റെ മോനാണ്, ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. ശരിക്കും പിതാവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഷാമിലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മ അത് എനിക്ക് കുറച്ച് വേണ്ട. ഷാമിലിന് ഒന്നും പറയണ്ട. അവരുടെ ജീവിതത്തിലേക്ക് കടക്കണ്ട. നമുക്ക് നമ്മളെ വഴി, അവർക്ക് അവരുടെ വഴി. അവർ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ അജ്മൽ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എനിക്ക് ആകെപ്പാട് ടെൻഷനായിപ്പോയി. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവർ ചതിയനോ വഞ്ചന എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ പ്രശ്നം? ഉപ്പ അത് ആ പെൺകുട്ടിയുടെ ജീവിതം. എന്താ വീണ്ടും ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നീ എന്തിനാ നോക്കുന്നത്? നിനക്കില്ലല്ലോ, നിൻ്റെ ആരുമല്ല, പെങ്ങളല്ല, നിൻ്റെ കുടുംബമല്ല, നിൻ്റെ ഭാര്യയല്ല, ആരുമല്ലാത്തൊരു അന്യ പെണ്ണിനെ കുറിച്ച് നീ ഇത്രമാത്രം ടെൻഷൻ ആകണ്ട. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ ഷാമിലെ, നീ എന്താ ഒളിച്ചു വെക്കുന്നത്? ഉപ്പ ഒന്നുമില്ലപ്പോൾ അവർ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഒരാളും ചതിയുമായി കടന്നു വരരുത്. ഷാമിൽ ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും ഷാമിലിന് നോ പ്രോബ്ലം, മനസ്സിലാക്കിയല്ലോ? ഇജിയെ ദയവായി ഇനി അങ്ങോട്ട് പോവരുത്, മനസ്സിലായല്ലോ? ശരിക്കും ഷാമിലിൻ്റെ ഹൃദയം അന്ന് വല്ലാതെ അങ്ങ് വേദനിച്ചിരുന്നു. എന്നാൽ അവനൊരു തീരുമാനമെടുത്തു. ഇല്ല, ഗൾഫിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഈ ദുനിയാവ് അല്ലെങ്കിൽ ഈ ഒരു നാട്, ഈ നാടിനേക്കാൾ എത്രയോ നല്ലത് അറബ് നാടാണെന്ന് അവനക്ക് തോന്നിപ്പോയി. ഷാമിലിൻ്റെ ഹൃദയം ഇടിച്ചു. അവനാ രാത്രി ഉറക്കം വന്നില്ല. ഒരു ഭാഗത്തെ നോക്കുമ്പോൾ അതാ ബുഷിയുടെ ആ ഒരു മുഖം തെളിഞ്ഞു വരുന്നു. ദയനീയമായ അവളുടെ വാക്കുകൾ, അത് അവളുടെ ഭർത്താവുമായുള്ള പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും വലിയൊരു ചതി വരാൻ നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് അജ്മൽ തന്നെ ദേഷ്യത്തോടെ പറഞ്ഞത്, എൻ്റെ ഉപ്പയെ വിളിച്ച് ചീത്ത പറഞ്ഞത്. മറുഭാഗത്താണെങ്കിൽ ബുഷിയുടെ ഉമ്മ പറഞ്ഞത്, പൊരുത്തമില്ല എൻ്റെ മോളെ ഇനി കാണുവാൻ നീ വന്നാൽ ദയവായി ഓളെ ജീവിതം കൊളാക്കല്ലേ എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ മുഖം നിറമിഴികളോടെ അവർ പറഞ്ഞത്. മറുഭാഗത്ത് സിനാൻ്റെ ദേഷ്യപ്പെട്ട മുഖം. എന്നാൽ മറ്റൊരു ഭാഗത്ത് അതാ അൻഷിഫ് തളർച്ചയോടെ കിടക്കുന്ന ആ ഒരു അവസ്ഥ. എല്ലാം കൂടി ആലോചിച്ചിട്ട് അവന് വല്ലാത്തൊരു വിഷമമായിരുന്നു, ദുഃഖമായിരുന്നു.
ആ രാത്രി അവൻ ഉറക്കം വരുന്നില്ല. അവൻ രാത്രി എണീറ്റു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഉമ്മ പറഞ്ഞു, അതെ നോക്കി, ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടല്ലോ. എന്നാൽ അവർ തന്നെ പതുക്കെ എഴുന്നേറ്റു, ലൈറ്റിട്ടു. എന്നാൽ അതാ കോലായിലിരിക്കുകയാണ് ഷാമിൽ. മോനെ, എന്താ ഇവിടെ ഇന്നേരം വന്നിരിക്കുന്നത്? ബാങ്ക് പോലും കൊടുത്തിട്ടില്ലല്ലോ. ഒന്നുമില്ലമ്മ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ പാതിരാക്ക് ഇങ്ങനെ വന്നിരിക്കണ്ടയ്യേ, ഇങ്ങോട്ട് പോന്നാളാ. എന്തിനാ അവിടെ ഇങ്ങനെ ഇരിക്കണത്? എന്താ ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടത്? ചായ ഉണ്ടാക്കി തരണോ? വേണ്ടുമ്മ. ഉമ്മ, ഞാൻ പോവാണ്. എങ്ങോട്ട്? ഞാൻ ഗൾഫിലേക്ക് പോവാണ്. എൻ്റെ അറബിച്ചി എന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതെ, അവരെന്നെ വിളിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മോനെന്താ പെട്ടെന്ന് പോക്ക്? ഉമ്മ, നാളെ തന്നെ ഞാൻ പോവാണ് ഉമ്മ. ഏതായാലും എന്നാൽ ഉപ്പയോട് പറഞ്ഞേക്ക് ഉമ്മ. ശരിക്കും പറഞ്ഞാൽ ഉപ്പ ചീത്ത പറഞ്ഞത് അവൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കൊണ്ടിരുന്നു. ഉമ്മ, ഞാൻ ആരോടും പറയുന്നില്ല. ഉപ്പയോട് ഉമ്മ പറഞ്ഞേക്ക്. പിന്നെ പെങ്ങൾക്ക് ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട്. ഉമ്മ, മോനെ, നീ മിണ്ടാതെ പോവാണോ? അതെ ഉമ്മ, ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം ഈ സമൂഹം തന്നെ എന്നെ വെറുത്ത പോലെയാണ്. മോന് കാര്യം എന്താ പറയാതെ എന്തെങ്ങനെ പോകുന്നത്? ഒരു കാര്യം മോന് പറ. എങ്ങോട്ടാ പോകുന്നത്? എന്താ എത്ര ധൃതിപ്പെട്ടു പോകുന്നത്? ഈ ഉപ്പ എന്നെ നല്ല ചീത്ത പറഞ്ഞാണല്ലോ. പിന്നെ ബാപ്പാരും ഉമ്മാരായാലും മക്കളെ വേണ്ടാത്തത് കണ്ടാൽ ചീത്ത അറിയും. എന്തെങ്കിലും തെറ്റ് മോൻ്റെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് എൻ്റെ ബാപ്പല്ലേ, നന്നാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അല്ലാതെ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ എന്നോട് പറഞ്ഞത് ശരിയായിരിക്കാം. ഉപ്പ പറഞ്ഞ നല്ല കാര്യം തന്നെയായിരിക്കാം. പക്ഷെ ഉമ്മ, എനിക്ക് പോയാൽ മതിയാവോ? തൽക്കാലം ഉപ്പയോടും ആരോടും പറയണ്ട ഉമ്മ. ഞാൻ എത്തിയിട്ട് വിളിച്ചോളാം കേട്ടോ. ശരിക്കും ഷാമിൽ അത് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. മോനെ വാ, എന്തെങ്കിലും ഉമ്മ ഉണ്ടാക്കി തരാം. വേണ്ടുമ്മ, ഇപ്പം എനിക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ ഷാമിലതാ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. വിസ അവനുണ്ട്. അവൻ്റെ കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രമായിരുന്നു. അതിൽ ഒരു കൂട്ട് വസ്ത്രം മാത്രം. പിന്നെ അവൻ്റെ പാസ്പോർട്ട്, വിസ, അതെല്ലാം. വേറെ ഒന്നും അവൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ പാതിരാത്രിയിൽ തന്നെ അവൻ ഇറങ്ങി. അവൻ്റെ കാറും ബൈക്കും എല്ലാം ഉപേക്ഷിച്ച് നടന്നിട്ടാണ് അവൻ പോയത്. വഴിയിൽ വെച്ച് എന്തെങ്കിലും വാഹനം കിട്ടിയാൽ അതിൽ കയറി എയർപോർട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് വണ്ടി വിളിക്കാം എന്ന് കരുതി. അവൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം അധികം ദൂരെയല്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ പുലർച്ചെയായിരുന്നു. ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഷാമിൽ വിതുമ്പുന്ന മനസ്സോടെ പടിയിറങ്ങി. ഉമ്മയോട് മാത്രം പറഞ്ഞു, ഉമ്മ, ഞാൻ പോയിട്ട് വരാം. ഉപ്പയോട് ഉപ്പ പറയണ്ട കേട്ടോ. ഞാൻ വിളിച്ചോളാം ഉപ്പാക്ക്. എനിക്ക് ഉപ്പയോട് യാത്ര പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉപ്പയെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ ഉപ്പ. മോനെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഉപ്പയെ ഞാൻ നോക്കുമല്ലോ. നീ എന്താ ഉപ്പയുടെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. ഇനി കുഞ്ഞോളും മക്കളും വന്നാലും അവരുടെ കാര്യത്തിന് വിഷമിക്കണ്ട. അവരൊക്കെ നല്ല രീതിയിൽ ഞാൻ നോക്കിക്കോളാം മോനെ. ഉമ്മയുടെ സ്ഥാനമല്ലേ എനിക്കിവിടെ ഉള്ളത്. സ്നേഹത്തോടെ അതാ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എന്നാൽ പോയി വരാം. അസ്സലാമു അലൈക്കും. മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട്. വേണ്ടുമ്മ, ഞാൻ പോട്ടെ. എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് മിസ്സാകും. അപ്പോൾ മോൻ എപ്പോഴാണ് ഫ്ലൈറ്റൊക്കെ? ഉമ്മ, ഫ്ലൈറ്റിനൊക്കെയാണോ ഇപ്പോൾ പണിയുള്ളത്? അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്തൂടെ? എന്ന് ശരി ഉമ്മ, അസ്സലാമു അലൈക്കും. ശരിക്കും ഷാമിൽ വീട്ടിൽ നിന്നിറങ്ങി. വിതുമ്പുന്ന മനസ്സോടെ ഉമ്മ അത് നോക്കി നിന്നു. ഷാമിൽ നടക്കുകയാണ് ആ പാതിരാത്രിയിൽ ആ ബാഗുമായി. പോകുമ്പോൾ അവൻ പള്ളിക്കാടിൻ്റെ അരികിലൂടെയാണ് പോയത്. അതെ, ഉമ്മയോട് പറഞ്ഞിരുന്നു എൻ്റെ വിഷമങ്ങളൊക്കെ. ഇന്നും അവൻ പള്ളിക്കാടിൻ്റെ അരികിലൂടെ പോയപ്പോൾ പ്രാർത്ഥിച്ചു, അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീ വ ഇന്നാ ഇൻഷാല്ലാഹു ബിഖുല്ലാഹിക്കൂൻ. പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിനടുത്തേക്ക് അവൻ നോക്കി. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ച റബ്ബിനറിയാം ഉമ്മ. അതെ, ഞാൻ നിരപരാധിയാണ്. ഒരിക്കൽ പോലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഉമ്മ. ഞാൻ ഒരാളെ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ ഉമ്മ. അതും പറഞ്ഞു അവൻ അതാ അവിടെ നിന്ന് പോയി. കുറേ നടന്നപ്പോൾ അതാ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോറിക്ഷയിൽ കയറി മെയിനായിട്ടുള്ള സിറ്റിയിലെത്തി. അവിടെ നിന്നും എയർപോർട്ടിലേക്ക് അവനതാ പോകുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് ഉപ്പയുടെ ആ മുഖം, ഒരു ഭാഗത്ത് കുഞ്ഞു പെങ്ങന്മാർ, മറ്റൊരു ഭാഗത്ത് അതാ തൻ്റെ പെങ്ങളും കുട്ടികളും, മറ്റൊരു ഭാഗത്ത്
ബുഷി. എല്ലാം കൂടി ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമായി. ബുഷിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വെമ്പുകയാണ്. കാര്യം മറ്റൊന്നുമല്ല റബ്ബേ, ആ പെണ്ണ് നിഷ്കളങ്കയായ പെണ്ണാണ്. യാതൊരു വിഷമവും ബുദ്ധിമുട്ടും അവൾക്ക് നീ ഉണ്ടാക്കരുതേ അല്ല. എന്നെ ഒന്ന് അടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഒടുവിൽ ബുഷിയുടെ ഉമ്മ തന്നെ പറഞ്ഞില്ലേ, നീ ഇങ്ങോട്ട് വരരുത്, എൻ്റെ മോളെ കാണുന്നത് എനിക്ക് പൊരുത്തില്ലാന്ന്. അതിനു മേലെ പിന്നൊരു വർത്താനം എന്താ? അതുകൊണ്ടാണ് റബ്ബേ എനിക്ക് ഇനിയിപ്പോൾ സിനാൻ എന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം. പക്ഷേ അതിനിടയിൽ അജ്മലും എന്നെ തെറ്റിദ്ധരിച്ചു. അജ്മൽ എന്നെ തെറ്റിദ്ധരിച്ച് വിളിച്ചു, ഉപ്പാക്ക് വരെ വിളിച്ചു. മോൻ അടക്കി നിർത്താൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എത്രമാത്രം ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവന് ഞാനും എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. സാരല്ല, അതെ, സ്വന്തം പെങ്ങളെക്കുറിച്ച് അപവാദം എന്തെങ്കിലും പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും സഹിക്കൂലല്ലോ. അതുകൊണ്ടായിരിക്കും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന് പെങ്ങളെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞതും ഉപ്പയെ വിളിച്ച് ഉപദേശിച്ചതൊക്കെ. സാരല്ല, പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം ആ സിനാനാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായത്. കാരണം ചതിയിലൂടെയാണ് സിനാന് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം. അങ്ങനെ അതാ അവൻ എയർപോർട്ടിലെത്തുകയാണ്. എയർപോർട്ടിലെത്തി. ഇനിയുണ്ട് ഫ്ലൈറ്റിന് 2.5 മണിക്കൂറോളം. അതിന് കുറച്ച് നേരത്തെ മുമ്പേ ഇവിടെ എത്തി. എന്നാലും വേണ്ടില്ല, ഇവിടെ ഇരിക്കാം, പ്രശ്നമില്ല. മനസ്സിൻ്റെ ഉള്ളു വല്ലാതെ വേവുകയാണ്. എന്നാൽ ഉമ്മുൽ ഖൈർ അവരിതൊന്നും അറിഞ്ഞില്ല. ഷാമിലിനെ വിളിച്ചിരുന്നു. ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞതാണ്. അതെ, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടത്രേ. അതിനു വേണ്ടിയിട്ട് ഷാമിലിനെ വിളിച്ചതായിരുന്നു. പക്ഷേ ഷാമിലിനെ എത്താൻ പറ്റിയില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഷാമിൽ പോവുകയാണ് ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക്. തീർച്ചയായും അവരവനെ സ്വീകരിക്കുമെന്ന് അവനക്ക് നന്നായിട്ടറിയാം. മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ അവരുടെ മുമ്പിലൊന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞാൽ എത്രമാത്രം നന്നായിരിക്കും എന്നും അവൻ വിചാരിച്ചു. സാരല്ല, എൻ്റെ വിധിയായിരിക്കും. എന്നാൽ അപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള അനൗൺസ്മെൻറ്റുകളെല്ലാം വന്നു തുടങ്ങി. അത് ഷാമിലിൻ്റെ ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റാണ്. അതിനു വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതിനിടയിൽ അവൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റും വന്നു. എല്ലാവരും അതാ ലഗേജുമായി എമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പ്രവേശിക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം, വല്ലാത്ത പ്രയാസം, എന്തെന്നറിയില്ല, വല്ലാത്ത അവസ്ഥ. റബ്ബേ അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അങ്ങനെ അതാ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവൻ ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് വിതുമ്പുന്ന മനസ്സോടെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.